ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് UAE. ഇവിടുത്തെ കരിസ്മാറ്റിക് കൂട്ടായ്മ വളരെ സജീവമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വേണ്ടി UAEയുടെ കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ നാഷണൽ കോർഡിനേറ്ററായ ഡോക്ടർ ജോസഫ് ലൂക്കോസ് നമുക്കായി ജൂബിലി വർഷത്തിൻ്റെ അനുഭവങ്ങളും പ്രവർത്തനങ്ങളും പങ്കുവയ്ക്കുന്നു. ഡോക്ടറെ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നന്ദി. നമ്മൾ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഇപ്പോൾ ഈ മണ്ണിലായിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കരിസ്മാറ്റിക്കിൻ്റെ ജൂബിലി വർഷം, ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് അതെല്ലാം പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ഡോക്ടറിനെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ഡോക്ടർ ജോസഫ് ലൂക്കോസ്. ഞാൻ കഴിഞ്ഞ 22 വർഷമായിട്ട് ഇവിടെ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നു. ആദ്യം അലൈൻ സർക്കാർ സർവീസിലായിരുന്നു, അവിടുത്തെ മെഡിക്കൽ കോളേജ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് റാസൽ ഖൈമയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഞാൻ വർക്ക് ചെയ്യുകയാണ് ഫിസിഷ്യനായിട്ട്. കുടുംബത്തെ പറ്റി ഇങ്ങോട്ട് ഒരു ഭാര്യ കുട്ടനാട് കൈനഗിരിക്കാരത്തിയാണ്, അവർ ആലപ്പുഴയിലാണ് സെറ്റിൽഡ്. പുഷ്പ എന്നാണ് പേര്. 4 മക്കൾ, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. അതെ, സന്തോഷം ഡോക്ടറെ. അത് എനിക്ക് ഒരു ചോദ്യമുള്ളത്, ഒരുപക്ഷെ നേരത്തെ ശാലോമിൽ തന്നെ ഡോക്ടർ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വിളിയെ ഒന്ന് ആ സെപ്പറേറ്റ് സെലക്ഷൻ തിരിച്ചറിഞ്ഞ കാലഘട്ടം ഒരു വാക്കിലൊന്ന് പറയാമോ? മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ ഒരു ചുക്കാൻ പിടിക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടിക്ക് ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്ത് എത്തുകയും, EK നായനാരാണ് മുഖ്യമന്ത്രി. ഞങ്ങളുടെ സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിക്കുന്ന കാര്യം സംസാരിക്കാനായിരുന്നു. അങ്ങനെ ആ സ്റ്റൈപ്പൻഡൊക്കെ വർദ്ധിപ്പിച്ചതിന് ശേഷം MLA ഹോസ്റ്റലിൽ എൻ്റെ സ്നേഹിതനായ TJ ആഞ്ചലോസിൻ്റെ മുറിയിൽ ഞങ്ങൾ ഒത്തുകൂടി. അവിടെ തങ്ങാനുള്ള ആ ക്ഷണം നിരസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ സഹോദരനെ കിട്ടുന്നപ്പോൾ സഹോദരനും ചേട്ടത്തി അവിടെ ഇല്ല, അവരേതോ ഒരു ധ്യാനത്തിന് പോയിരിക്കുന്നു എന്നൊരറിവ് കിട്ടി. അങ്ങനെ എൻ്റെ സഹോദരൻ്റെ അളിയൻ സ്കൂട്ടറിൽ കയറ്റി എന്നെ ആ പള്ളിയിലേക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരം പാങ്ങോട് പള്ളിയാണ്. അവിടെ ബെന്നി പുന്നത്തറ, കളത്തിലച്ചൻ ടീം അവർ ധ്യാനം നടത്തുകയായിരുന്നു. എൻ്റെ കുടുംബാംഗങ്ങളായ കസിൻസൊക്കെ കൂടെ 10-30 പേര് ആ ധ്യാനം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ അനിയനുൾപ്പെടെ. എൻ്റെ അനിയൻ അന്ന് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രത്ത് പഠിക്കുക. എന്നാൽ ഞാൻ ചെന്നപ്പോൾ വലിയ ആശ്ചര്യമായി. കാര്യം എൻ്റെ 3 കസിൻ സിസ്റ്റേഴ്സ് എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കാര്യം ഞാൻ ആ കാലഘട്ടത്തിൽ പൂർണ്ണമായും ഒരു പദാർത്ഥവാദിയായിരുന്നു, ദൈവം ഇല്ല എന്ന് വാദിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനവിടെ എത്തിച്ചേരുമെന്ന് അവിടെ പ്രവചനമുണ്ടായി എന്നാണ് അവർ പറഞ്ഞത്. സിസ്റ്റർ ഡാഫിനിയെ പരിചയപ്പെട്ടു. അങ്ങനെ സിസ്റ്റർ ഡാഫിനിയുടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു എൻകൗണ്ടർ, ഒരു ചലഞ്ചിങ് എൻകൗണ്ടർ, ഞാൻ ദൈവത്തെ കാണിച്ചു തരാം, എനിക്ക് അനുഭവിക്കാൻ സാധിക്കാത്ത ദൈവത്തിൽ ഞാൻ വിശ്വസിക്കത്തില്ല എന്നുള്ള എൻ്റെ ചലഞ്ചിനെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ദൈവത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സിസ്റ്ററിൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ കൈവപ്പ് പ്രാർത്ഥനയിലുണ്ടായ ഒരു ശക്തമായ ഒരു അനുഭവമാണ് ദൈവം ഉണ്ട്, ദൈവത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും ദൈവത്തെ നമ്മളെ സ്പർശിക്കാൻ പറ്റുന്ന തിരിച്ചറിവുണ്ടാകുന്നത്. അങ്ങനെയാണ് എൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ ആദ്യ ചുവടുവെപ്പ് അതാണ്. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കാണുന്ന ഈ പ്രോഗ്രാം കാണുന്ന യുവജനങ്ങൾക്കെല്ലാം ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തെ അറിയുന്നില്ല, എനിക്ക് സ്പർശിക്കാൻ പറ്റാത്ത, എനിക്ക് അനുഭവവേദ്യമല്ലാത്ത ഒരു ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറയുന്ന ഏത് വ്യക്തിക്കും ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എപ്പോൾ വേണേലും ദൈവത്തിൻ്റെ സ്പർശനം ഉണ്ടാകാം, അവൻ തിരിച്ചു വരാം, അവൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാക്ഷിയെ മാറാം, അല്ലേ? ഏറ്റവും മനോഹരമായ കാര്യം, എൻ്റെ പിതാവ് ഇതൊക്കെ സാഗൂതം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മമ്മിയും സഹോദരിമാരൊക്കെ വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നെങ്കിലും എൻ്റെ ഫാദർ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. ഒരിക്കൽ പോലും എന്നെ കുറ്റപ്പെടുത്തിയില്ല. ഞാൻ പറയുന്ന ഈ വാദമുഖങ്ങളൊക്കെ വളരെ ചിരിയോടുകൂടി കേട്ടിരിക്കും. ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയത്തില്ല. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണാം, വളരെ തീവ്രതയോടുകൂടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ 7ാമത്തെ പുത്രനാണ്. തീവ്രതയോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു, അച്ഛാ എൻ്റെ ശീലം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എന്നെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല.
സ്വതന്ത്രമായിട്ട് എൻ്റെ ചിന്താഗതിക്ക് വിട്ടു തന്നു. പക്ഷേ എൻ്റെ മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഫാദറും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഏതെങ്കിലും തരത്തിൽ എന്നെ നിർബന്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ വിശ്വാസത്തിലേക്ക് മടങ്ങി വരത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വ്യക്തിത്വം വെച്ചിട്ട് ഒരു തരത്തിലും ഒരു നിർബന്ധം എൻ്റെ പുറത്തുണ്ടായില്ല. എന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും മാനസികമായി വളരാനും ഒരു തടസ്സവും എൻ്റെ ഫാദർ അന്ന് കാണിച്ചിട്ടില്ല. അത് ഒരു പ്രത്യേക ഒരു പക്വതയുടെ ആളായിരുന്നു. അപ്പോൾ ഒരു കാര്യത്തിൽ പുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാര്യം അക്കാഡമിക്കായിട്ട് കുട്ടികൾ സ്കൂളിൽ കോളേജിൽ പോയെന്നായിട്ട് പഠിക്കണം. അപ്പോൾ പഠിത്ത കാര്യത്തിൽ കുറവൊന്നും വരാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇളവ് എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് മറ്റൊരു ശീലമുണ്ടായിരുന്നു, എവിടെ പോയാലും എന്ത് ചെയ്താലും അത് നല്ലതാണെന്ന് തെറ്റാണ് ഞാൻ രാത്രി വന്ന എല്ലാ കാര്യങ്ങളും ഒരു കൂട്ടുകാരനോട് പറയുന്ന പോലെ എൻ്റെ അച്ഛനോട് പറയും. ഒന്നും ഞാൻ മറച്ചു വെക്കത്തില്ല. അങ്ങനെ ഒരു തുറവിയുള്ള സ്വഭാവം, അങ്ങനെ ഒരു പ്രകൃതം എനിക്കുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതൊരു മനുഷ്യൻ്റെ ആ ഓരോ അവസ്ഥകളിലും ദൈവം നടത്തുന്ന വഴിയാണ് സത്യത്തിൽ. അവർ നിശബ്ദമായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മയും സഹോദരങ്ങളും ഈ പറഞ്ഞ സിസ്റ്റേഴ്സും എല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഉത്തരവാണ് അവിടെ കിട്ടിയെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർക്കുകയാണ്, അച്ചായനെ പറ്റി ഓർത്തപ്പോൾ. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പരസ്പരം ഒരു ചർച്ച നടത്തി. ഞാനിടയ്ക്ക് ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് കേൾപ്പിക്കും. പറഞ്ഞ് മോനെ, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് കുറച്ചുകൂടെ ഒരു വ്യക്തത എനിക്ക് വേണം. ഒരു കാര്യം ചെയ്യാം, മിക്കവാറും ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത്. കാര്യം എനിക്ക് ഇത്രയും പ്രായമായല്ലോ. ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊരു തെളിവ് ഞാൻ മോന് തരാം. അല്ല, മോനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നീ എനിക്കൊരു തെളിവ് തരണം. ഞങ്ങൾ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, എൻ്റെ പിതാവിൻ്റെ മരണശേഷമാണ് ഈ ഇത്തരത്തിലുള്ള വലിയ വിശ്വാസ അനുഭവങ്ങൾ എനിക്കുണ്ടാകുന്നത്. അപ്പോൾ അത് തന്നെ മരണാനന്തര ജീവിതത്തെപ്പറ്റിയും വിശുദ്ധാത്മാക്കളെ പറ്റിയൊക്കെയുള്ള എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുക. ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കണ്ട് പിന്നെ സന്തോഷിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ കോളേജ് പഠനം കഴിഞ്ഞു, ഡോക്ടറിൻ്റെ ഡ്യൂട്ടിയായി. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞ് ഈ അഭിഷേകം കിട്ടിക്കഴിഞ്ഞ് അതിനെ തുടർന്ന് കൊണ്ടുപോയോ അതെയോ മറ്റ് അവസ്ഥയിലേക്ക് വന്നപ്പോൾ പോയോ? അല്ല, ഇത് തുടർന്ന് കൊണ്ടുപോകുമല്ല. ഞാൻ റെഗുലറായിട്ട് പള്ളിയിലും മറ്റും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അക്കാലത്ത് പള്ളിയിലുണ്ടായ ഞാൻ കൺസൾട്ട് ചെയ്ത വൈദികർ ഉൾപ്പെടെയുള്ളവർ എന്നെ നിരുത്സാഹപ്പെടുത്തി കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നതിന്. ഈ അനുഭവത്തെ അവർ ശ്രദ്ധിച്ചു, പക്ഷേ ആ അനുഭവം വേണ്ട പോലെ അംഗീകരിക്കപ്പെട്ടില്ല. അതെൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവമായിരുന്നു. ഞാൻ എൻ്റെ പഠനങ്ങളിലും മറ്റും വ്യാപൃതനായി. പക്ഷേ എൻ്റെ രഹസ്യാത്മകമായിട്ട് ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുർബാനകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥനകളിൽ ഞാൻ പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പിന്നീട് ദുബായിൽ വന്നതിന് ശേഷം, ഈ ദുബായിയുടെ മണ്ണിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ഈ പ്രത്യേകിച്ച് കിസൈസ് കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ടാണ്, ബഹുമാനപ്പെട്ട ജോർജ് മല്ലപ്പള്ളി ബ്രദറിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് വീണ്ടും ഈ ഒരു ഫയറിലേക്ക്. ദുബായിൽ ഞാൻ വന്നത് 1993 മാർച്ച് മാസം 10-ാം തീയതി ആണ്. അന്ന് ഈ കരിസ്മാറ്റിക് പ്രയർ ദുബൈയിലുണ്ടോ? ഇല്ല, എനിക്കറിയില്ല ഇതിനെപ്പറ്റി. ഞാൻ വന്ന് ഒരു 4-5 മാസം കഴിഞ്ഞ് ഒരു സെപ്റ്റംബർ മാസം ഞാൻ അൽസഹറ ഹോസ്പിറ്റൽ ഷാർജയിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ദുബായിൽ താമസിക്കുന്ന എൻ്റെ സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാണ് ബ്രദർ ജോർജ് മല്ലപ്പള്ളി, ആ വീട്ടിലൊരു പ്രാർത്ഥനയുണ്ട്, മോൻ അവിടെ വരണമെന്ന് പറഞ്ഞ് എൻ്റെ മൂത്ത പെങ്ങൾ എന്നെ വിളിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ അവിടെ ചെന്നു. അവിടെ ആ കിസൈസിലെ ഫ്ലാറ്റിലാണ് മൈ ഫസ്റ്റ് എക്സ്പോഷർ ടു കരിസ്മാറ്റിക് പ്രയർ. എല്ലാവരും കൂടി ചേർന്നിരുന്ന് വളരെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ തുറവിയുള്ള പ്രാർത്ഥനയും വളരെ സ്തുതിപ്പും ശബ്ദായാനമായ പ്രാർത്ഥനയും ഹൃദയത്തിൽ നിന്ന് എന്ത് വികാരം വന്നാലും അത് അനീതിക്കെതിരെയാണേലും തെറ്റാണേലും ശരിയാണേലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തുറവിയോടെ വിളിച്ചു പറയുക എന്നുള്ള എൻ്റെ പ്രകൃതത്തിന് ഇണങ്ങുന്ന ഒരു ശൈലിയായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് വീണ്ടും ഞാൻ ഈ കരിസ്മാറ്റിക്കുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ എനിക്കുണ്ടാകുന്നത്. അതിനുശേഷം ചെറിയ പ്രാർത്ഥന അനുഭവങ്ങളുണ്ടായി. ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടുത്തെ അന്നത്തെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു ധ്യാനം കൂടാൻ പോവുകയാണ്. അങ്ങനെ അവിടെ ഒരാഴ്ച താമസിച്ച് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ്റെയും ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പലച്ചൻ്റെയും അതുപോലെ ജെയിംസ് ഊട്ടി ബ്രദറിൻ്റെയൊക്കെ ഗൈഡൻസിൽ ആശ്ചര്യകരമായ ഗൈഡൻസൊക്കെ സെറ്റപ്പായത്. അവരെ ആരെയും എനിക്ക് പരിചയമില്ലായിരുന്നു. പക്ഷേ ദൈവം അതൊക്കെ വഴിയൊരുക്കി. അവിടുത്തെ താമസിച്ചുള്ള ഒരാഴ്ച ധ്യാനം കഴിഞ്ഞപ്പോഴാണ് ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുകയും അതിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്നത്. പിന്നീട് മടങ്ങി വന്ന് ഈ UAE കരിസ്മാറ്റിക് കൂട്ടായ്മയോടൊപ്പം അലൈനിലും അതുപോലെ നമ്മുടെ സെൻട്രൽ സർവീസ് ടീം, കരിസ്മാറ്റിക് സർവീസ് ടീം, അതിൻ്റെ കൂട്ടായ്മയിലൂടെ ഓരോ വളർച്ചാ ക്ലാസ്സുകളിലൂടെയുള്ള വളർച്ച, അലൈൻ പള്ളിയിലെ അനുദിനമുള്ള ദിവ്യബലി, നൊവേനകൾ, പ്രാർത്ഥന കൂട്ടായ്മയിലെ പങ്കുവെപ്പ്, അങ്ങനെ വളർന്നു. ഡോക്ടറെ, ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഒത്തിരിയേറെ ആൾക്കാർ നമ്മുടെ ചികിത്സയ്ക്കായിട്ടും ചിലപ്പോൾ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരാം.
അത് ഈ ദൈവിക അടിയുറച്ച ദൈവബോധ്യം അല്ലെ ദൈവിക അനുഭവങ്ങൾ ഒത്തിരി കരിസ്മാറ്റിക് അനുഭവത്തിലൂടെയൊക്കെ ഡോക്ടറിൽ കിട്ടിയിട്ടുണ്ട്. പല പ്രാർത്ഥന അനുഭവങ്ങളുണ്ട്, അതുപോലെ ഡോക്ടറിന് കിട്ടുന്ന പല വിഷനുണ്ട്, പല കാര്യങ്ങൾ വളർത്തിയിട്ടുണ്ട് വരങ്ങളിലുമെല്ലാം. അതൊക്കെ ഈ വരുന്ന വ്യക്തിത്വങ്ങളെ സഹായിക്കാൻ ചികിത്സയേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഒരു വലങ്കരം അവിടെയും പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അക്കാര്യത്തിലൊക്കെ ദൈവത്തിനുള്ള ദൈവത്തിനും സീസറിനുള്ള സീസറിനും എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഒരു പക്ഷേ നാട്ടിലായിരുന്നെങ്കിൽ എൻ്റെ ആത്മീയത ഇത്രയും വളരില്ലായിരുന്നു. ഈ UAE പ്രത്യേകിച്ച് എനിക്ക് വളരെ ബഹുമാനവും ആദരവുമുണ്ട് ഇവിടുത്തെ ഭരണാധികാരികളോടും ഇവിടുത്തെ പൗരന്മാരോടും മുസ്ലിം സഹോദരന്മാരോടും. അപ്പോൾ ഈ ഒരു രാജ്യവും ഈ രാജ്യത്തെ സംസ്കാരമൊക്കെ നമ്മുടെ വിശ്വാസം വളരുന്നതിന്, പ്രാർത്ഥനാനുഭവം വളരുന്നതിന് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവനവൻ്റെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കാനും കൂടുതൽ മനുഷ്യരിൽ ഒരു ദൈവിക ചിന്ത ഉയർത്താനും ദൈവനാമം മഹത്വപ്പെടുത്താനും പറ്റുന്ന രീതിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതെ, എല്ലാ മരുന്നിനേക്കാളും ഒരു ഔഷധത്തിൻ്റെ ഉടമയായ ഒരു ദൈവമാണെന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും ആ ഒരു ചിന്തയോടുകൂടിയാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള മോഡേൺ മെഡിസിൻ തന്നെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും അതിലുപരി ദൈവത്തിൻ്റെ അദൃശ്യകാലം പലപ്പോഴും കടന്നു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഉണ്ട്, അത് ഞാൻ പല അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചോദിച്ചത്. ഇനി ഡോക്ടറെ, അതായത് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്ന് കരിസ്മാറ്റിക്കിൻ്റെ നാഷണൽ കോർഡിനേറ്ററായി ഒരുപക്ഷെ ഒരു കാലത്ത് ദൈവമുണ്ടോ എന്ന് പോലും സംശയിച്ച് വെല്ലുവിളിച്ച ആ വ്യക്തിത്വത്തെ സാവൂളിനെ പൗലോസാക്കി മാറ്റിയ പോലെ തന്നെ എടുത്ത് മാറ്റി ഇന്ന് അത്ഭുതമാകും വിധം UAE നാഷണൽ കോർഡിനേറ്ററായിട്ട് ദൈവം അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യേക ഒരു അഭിഷേകം അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണല്ലോ, ദൈവം തരാതെ ഒരു അധികാരവുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് വളർത്തിയ ദൈവത്തിന് ഈ മണ്ണിൽ ഈ സമയത്ത് ജൂബിലി വർഷം നമ്മൾ ആയിരിക്കുകയാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മനസ്സിൽ ഒത്തിരി സ്വപ്നങ്ങൾ കാണും. ആ അവസ്ഥയിലേക്ക് ഒന്ന് കടന്നു എന്ന് പറയൂ. അത് വളരെ ആശ്ചര്യമായിരുന്നു. ജൂബിലി വർഷമാണെന്നൊന്നും എനിക്ക് മുൻകൂട്ടി അറിയില്ലായിരുന്നു കരിസ്മാറ്റിക്കിൻ്റെ. ഈ വർഷത്തെ ഒരു പുതിയ സിസ്റ്റം വന്നു തിരഞ്ഞെടുപ്പിന്. ബ്ലൈൻഡായിട്ട് നറുക്കിട്ട് എടുത്ത് തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. പക്ഷേ ബഹുമാനപ്പെട്ട വർഗീസ് ചെമ്പോലി അച്ഛൻ വളരെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു ഈ ഒരു ചുമതല ഏറ്റെടുക്കണമെന്ന്. അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയുടെ നാഷണൽ കോർഡിനേറ്റർ, അതുപോലെ ഓഷ്യാനിയസ് കൺട്രീസിൻ്റെ നാഷണൽ കോർഡിനേറ്ററുമായ ഇൻ്റർനാഷണൽ കോർഡിനേറ്ററുമായ സിറിൽ ജോൺ ബ്രദർ എനിക്കൊരു ഇമെയിൽ അയക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് ഗോൾഡൻ ജൂബിലി വർഷമാണ്, ദൈവത്തിൻ്റെ പ്രത്യേകമായ, അദ്ദേഹത്തെ എനിക്ക് മുൻകൂട്ടി പരിചയമുണ്ട്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു നിയോഗമാണ്. നമുക്ക് റോമിലേക്കുള്ള തീർത്ഥയാത്രയുണ്ട്, ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ് ഉണ്ട്, അതിനൊക്കെ ജനത്തെ ഒരുക്കണം. അങ്ങനെ ആശ്ചര്യകരമായി നല്ലൊരു ടീമിനെ എനിക്ക് കിട്ടി. നമ്മൾ റോമിലേക്ക് പിൽഗ്രിമേജിന് വേണ്ടിയുള്ള അനുമതി ബിഷപ്പിൽ നിന്ന് കിട്ടി. അങ്ങനെ നമ്മൾ 450 പേര് 2 ടീമിലായിട്ട് റോമിൽ പോവുകയും ആ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ഇൻ്റർനാഷണൽ ലെവലിലുള്ള കരിസ്മാറ്റിക് ലീഡേഴ്സിനെയൊക്കെ കാണാൻ സാധിക്കുകയും നേരിട്ട് മാർപ്പാപ്പായുടെ സ്വരം ശ്രവിക്കാനും രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കാണുവാനും എല്ലാം കേൾക്കുവാനൊക്കെ അവസരം കിട്ടിയത് ഞാൻ വളരെ ചാരിതാർത്ഥ്യജനകമായ ഒരു അനുഭവമായിരുന്നു. അതുപോലെ വിശ്വാസത്തിൽ സഹോദരങ്ങളായവരുടെ കൂടെയുള്ള ആ ഒരു യാത്രയും അതൊക്കെ മനോഹരമായ അനുഭവമായിരുന്നു. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ എല്ലാ ശാഖകളിലുമുള്ള പിരിഞ്ഞു നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഒന്നിച്ചുകൂട്ടി ഒരിടേനും ഒരാട്ടിൻ പറ്റവും എന്നുള്ള ആ ഒരാശയത്തിൽ എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് നമ്മളെല്ലാവരും ഒന്നായിരിക്കുവാൻ, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്ന പോലെ അവരൊന്നായിരിക്കേണ്ടതിന് എന്നുള്ള ഈശോയുടെ പ്രാർത്ഥന ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ളൊരു ദൗത്യത്തിലാണ് ഞാനിപ്പോൾ. UAE എത്ര പള്ളികളും അതിൻ്റെ അകത്ത് എത്ര നാഷണാലിറ്റിയുടെ പ്രെയർ ഗ്രൂപ്പുകളും NST ടീമിൻ്റെ അകത്ത് ഉണ്ട്? NST ടീമിനകത്ത് പ്രധാനമായിട്ടും മലയാളം, ഇംഗ്ലീഷ് ഗ്രൂപ്പുകൾക്കാണ് CCSTകളുള്ളത്. അതുകൂടാതെ ഇംഗ്ലീഷിൽ തന്നെ കുറച്ച് വേറെ വിഭാഗങ്ങളുണ്ട്. സെപ്പറേറ്റ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്. HSI ഗ്രൂപ്പുണ്ട്, പിന്നെ സ്പിരിച്വൽ റിവൈവൽ മിനിസ്ട്രിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അതുകൂടാതെ കൊങ്ങിണി, തമിഴ്, ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി, ഫിലിപ്പീനി, ഉറുദു, ശ്രീലങ്ക, ഇങ്ങനെയുള്ള വിവിധ കമ്മ്യൂണിറ്റികളുടെ പ്രെയറുണ്ട്. അവരെ എല്ലാവരെയും കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകാനാണ് NCST ശ്രമിക്കുന്നത്. അതെ, ഏകദേശം ഇവരെല്ലാവരുടെ ഒരു മീറ്റിങ്ങിലൊക്കെ വന്നു കഴിയുമ്പോൾ ഡോക്ടർ എന്താണ് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം? ഈ മണ്ണിനെ പറ്റി, ഇവിടെ കരിസ്മാറ്റിക് വളരാൻ വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തെ ഇവിടെയുള്ള നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും ഇവിടെയുള്ള പൗരന്മാർക്കും ദൈവസ്നേഹത്തെ നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക. 2, കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ നാടിന് വേണ്ടി, നമുക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ലോകം മുഴുവൻ വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യമുള്ളൊരു ജനം
ദൈവവും ദൈവത്തിൻ്റെ ജനവും എന്ന് പറഞ്ഞ പോലെ ദൈവിക സാന്നിധ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക, ദൈവം നേരിട്ട് നയിക്കുകയും നേരിട്ട് ഇടപെടുകയും ചെയ്യുന്ന ഒരു ജനതയെ വാർത്തെടുക്കുക. ഇതാണ് എൻ്റെ മനസ്സിലുള്ള ആശയം. അതിനകത്ത് ഏറ്റവും നമുക്ക് അഭിമാനം തോന്നിയെന്ന് പറഞ്ഞാൽ UAE കൊടി ഉയർത്തി നമ്മൾ ആ മണ്ണിലൂടെ നടന്നു. നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ അടുത്തേക്ക് ഒരു ഇടയനും ഒരു തെഴുത്തും. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മാർപ്പാപ്പ വിളിച്ചാൽ നമ്മളെല്ലാവരും ചെല്ലും, നമുക്കൊരാളേ ഉള്ളൂ. അപ്പോൾ ആ ഒരവസ്ഥയിൽ ചെന്നപ്പോൾ ഇവിടുന്ന് ഇത്രയേറെ ജനങ്ങളെയും കൊണ്ടാണ് അതിൻ്റെ പദ്ധതികളൊക്കെ മാസങ്ങൾക്ക് മുമ്പേ ഡോക്ടർ ചിലപ്പം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും പേരെ സ്വരുക്കൂട്ടണം, അതിൻ്റെ എല്ലാ ഒത്തിരിയേറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഒഫീഷ്യൽ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്ത് തിരിച്ച് സന്തോഷമായിട്ട് എല്ലാവരും തിരിച്ചു വന്നു. ഈ സമയത്ത് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിസ്മാറ്റിക് ഈ മണ്ണിൽ വളർന്നു, ഇനി അത് കുറച്ചുകൂടെ ഒത്തിരിയേറെ പ്രദേശത്ത് ഇതൊന്നും അറിയില്ല. ഇവിടെ ഒത്തിരിയേറെ മിനിസ്ട്രികൾ നടക്കുന്നുണ്ട്, അവരുടെയൊക്കെ പല ട്രെയിനിങ് നമുക്ക് കിട്ടാറുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾക്കെല്ലാം നിങ്ങൾ അതുപോലെ തന്നെ കുറച്ച് നാൾ മുമ്പ് NST സംഘടിപ്പിച്ച വലിയൊരു പ്രോഗ്രാം നടന്നല്ലോ, ഒത്തിരിയേറെ പേരെ പെന്തക്കോസ്ത് റാലിയൊക്കെ ഒത്തിരിയേറെ പേരെ സംഘടിപ്പിച്ച. അപ്പോൾ അതുപോലെ വരങ്ങൾ ഉപയോഗിച്ചും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ നമുക്ക് പറ്റും? നമുക്ക് ട്രെയിനിങ് ക്ലാസ്സുകൾ തീർച്ചയായും നല്ലതാണ്. പ്രത്യേകിച്ച് വരദാനങ്ങളിലുള്ള ക്ലാസ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വചന വളർച്ചാ ക്ലാസ്സുകൾ, കൺവെൻഷനുകൾ, ഇതെല്ലാം നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയും പ്രാർത്ഥനാ കാര്യങ്ങൾ മാത്രം ഇടപെടുന്നൊരു ജനമായിരിക്കാനല്ല ആഗ്രഹിക്കുന്ന നമ്മൾ ആയിരിക്കുന്ന ഈ നാടിനെക്കുറിച്ചുള്ളൊരു അവബോധം നമുക്ക് വേണം. വലിയൊരു സന്മാതൃക ഇവിടുത്തെ ഭരണാധികാരികൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ 7 എമിറേറ്റുകൾ ഒരു വിശുദ്ധമായൊരു സംഖ്യയാണ്. 7 എമിറേറ്റുകളുള്ള രാജ്യത്തെ ജനങ്ങളെല്ലാം ഒരു സ്പിരിറ്റ് ഓഫ് യൂണിറ്റി, അതുപോലെ ടോളറൻസ്, മറ്റുള്ള ജാതി മതക്കാരോടുള്ള അവരുടെ ആ ഒരു സഹാനുഭൂതി, ആരാധനാ സ്വാതന്ത്ര്യം. അപ്പോൾ ഈ രാജ്യവും ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളിലൂടെയും തന്നെ ദൈവം നമുക്കൊരു പാഠം തരുന്നുണ്ട്. ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ചു നിന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്താനും ഒരു വലിയ മാതൃക ഈ നാട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നാടിനെയും ഈ നാടിൻ്റെ സംസ്കാരത്തെയും അതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ അഭയാർത്ഥികളെയും തിരസ്കൃതരായവരെയും എല്ലാവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള മാതൃക, വലിയ നേതാക്കന്മാരെ നമ്മുടെ മുന്നിൽ ദൈവം മാതൃകയായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ സന്മാതൃക ജീവിത ശൈലിയിൽ പകർത്തിക്കൊണ്ട് പ്രാർത്ഥനാനുഭവത്തിലും വരദാനത്തിലും വളരുന്ന അങ്ങനെ വിവേകമുള്ള ഒരു ജനത്തെ വാർത്തെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ, നമ്മൾ പോയ ജൂബിലി ആഘോഷത്തിൽ നമ്മൾ ഒത്തിരിയേറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ആ ഓരോ നിമിഷങ്ങളെയും പങ്കിടുകയായിരുന്നു. അവിടുത്തെ കേട്ട കാര്യങ്ങൾ, അവിടെ അനുഭവിച്ച കാര്യങ്ങൾ ശാലോം TV പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. ഒരു വലിയൊരു ആത്മീയ പഠന കളരിയായിരുന്നു ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ്. ആ 50 വർഷം മുമ്പ് അമേരിക്കയിലെ ഡുക്കെയിൻ സർവകലാശാലയിൽ ആദ്യമായി കരിസ്മാറ്റിക് അനുഭവം ഉണ്ടായപ്പോൾ അതിൽ പങ്കെടുത്തിരുന്ന പാറ്റി ഗലഹർ, അതുപോലെ ഡേവിഡ് മങ്കൻ, അവരുടെ രണ്ടുപേരുടെയും സാക്ഷ്യം കേട്ടു. ഇവർ പറയുമായിരുന്നു, ഇവരിലൂടെയാണ് അനുഭവം ഉണ്ടായെങ്കിലും അവർ പറയും, ഞങ്ങൾ ഫൗണ്ടേഴ്സ് അല്ല, ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. അത് ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിരുന്നു ആ ഉണ്ടായ അനുഭവം. പരിശുദ്ധാത്മാവ് നേരിട്ട് ഇറങ്ങി വന്ന് വരദാനങ്ങൾ വർഷിക്കുന്ന ആദിമ പെന്തക്കോസ്തലൊരു അനുഭവം ആ ഡുക്കെയിൻ സർവകലാശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്കുണ്ടായി. അവരൊരിക്കലും അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നില്ല, അതിൻ്റെ ഫൗണ്ടേഴ്സാണെന്ന് അവർ പറയുന്നില്ല. അവർക്കുണ്ടായ അനുഭവം അവർ സഭാപിതാക്കന്മാരോട് പറഞ്ഞു, സഭ അത് ഏറ്റെടുത്തു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മനോഹാരിത. മറ്റൊന്ന്, സഭയോടുള്ള അനുസരണം. അവർ പറയുകയാണ്, ഈ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായെങ്കിലും സഭ ഇതിനെ ഏറ്റെടുത്ത് ഇതിനൊരു അനുവാദം തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വലിയ വിഷമസന്ധിയിലായിപ്പോയിനെ. ഒരു നോ പറഞ്ഞാൽ ഒന്നുമില്ലാതായിപ്പോയിനെ. ഞങ്ങൾക്ക് വളരെ വേദനയോടുകൂടി ഈ അനുഭവത്തെ ഒരുപക്ഷെ തിരസ്കരിക്കേണ്ടി വന്നതിന് അത്രമാത്രം അനുസരണശീലം അവർ പ്രകടിപ്പിച്ചത്. അവരുടെ അനുസരണശീലത്തെ മാനിച്ചുകൊണ്ട്, നമ്മുടെ ഇംഗ്ലീഷിൽ പറയുന്ന ഡോസിലിറ്റി ടു ദ ഹോളി സ്പിരിറ്റ്, അതിനെ മാനിച്ചുകൊണ്ട് സഭ അത് ഏറ്റെടുക്കുകയും അങ്ങനെ ഈ നവീകരണം വളരുകയും ചെയ്തു. ആരും അതിൻ്റെ ഒരു ഫൗണ്ടറൊന്നും ആകാതെ തന്നെ ഇതിങ്ങനെ ഈ ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ് സെമിനാറുകളിലൂടെ ലോകം മുഴുവൻ ഇത് പടർന്നു പന്തലിച്ചു. മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ വത്തിക്കാനിലെ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചുമതലക്കാരനായ കാർഡിനൽ കെവിൻ ഫാരലിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം ആ ജൂബിലി മാസി പറയുമായിരുന്നു, ഇത് നിങ്ങളുടെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് കരിസ്മാറ്റിക്കുകാർ കരുതരുത്. എത്രയോ വർഷമായി സഭയിലെ വിശ്വാസികൾ നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഫലമാണ് നമ്മളിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്ന വരദാനങ്ങൾ. ഇത് നമ്മുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, നമ്മുടെ ഒരു പ്രൈവറ്റ് ഹാപ്പിനെസ്സിന് വേണ്ടിയുള്ളതല്ല, സഭയുടെ തന്നെ വളർച്ചയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുക. നമ്മുടെ ദേവാലയത്തിൽ, നമ്മുടെ ഇടവകയ്ക്ക് എവിടെയാണോ കുറവുണ്ടാകുന്നത് ആ കുറവ് പോയി നികത്തുക. അങ്ങനെ സഭയോട് ചേർന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ വരദാനത്തെ സഭയുടെ ഉന്നമനത്തിന് വേണ്ടി, ജനത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളൊരു ആഹ്വാനമാണ് അവിടെ കാർഡിനൽ കെവിൻ ഫാരൽ എന്ന് കേട്ടത്. മറ്റൊന്ന്, അവിടെയുള്ള ശ്രേഷ്ഠരായ അഭിവന്ദരായ വൈദികർ കുർബാന മധ്യേ നമ്മുടെ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന
നടക്കുന്ന വഴിയിൽ 19 വർഷമായി കരിസ്മാറ്റിക് നവീകരണത്തിൽ നമ്മൾ ചെയ്ത കരിസ്മാറ്റിക് പാപങ്ങൾ പലപ്പോഴും വചനപ്രഘോഷകരും നേതാക്കന്മാരും അറിയുന്നില്ല. കരിസ്മാറ്റിക് പാപങ്ങൾ ഒരു പാപങ്ങളുണ്ട്. താൻ പോരിമ, അഹങ്കാരം, മറ്റൊരുവനുള്ള വരത്തെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തൊഴുത്തിൽ കുത്ത്, വിഭജനം. അപ്പോൾ ഇങ്ങനെ 50 വർഷമായി നവീകരണം വളരുമ്പോൾ തന്നെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പാപങ്ങളുണ്ട്. ആ പാപങ്ങൾക്കെല്ലാം പശ്ചാത്തപിച്ചുകൊണ്ടാണ് അവിടെ കുർബാന അർപ്പിച്ചത്. മറ്റൊരു സഹോദരനുള്ള, ഒരു ചെറിയ സഹോദരനുള്ള വരദാനത്തെ മാനിക്കുക, മറ്റൊരാളെ വളർത്തുക, സ്വയം വളരുക എന്നുള്ളതിനേക്കാൾ ഒരു മറ്റൊരുവനെ വളർത്തുക, സഹോദരനെ വളർത്തുക. അതുപോലെ ഏതെങ്കിലും തരത്തിൽ സൗജന്യ ദാനമായി കിട്ടിയ വരദാനങ്ങളിൽ അഹങ്കരിക്കാനോ മേന്മ നടിക്കാനോ ഒന്നുമില്ല. അനേകായിരങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ എളിമപ്പെടുത്തലിൻ്റെ ഒരു സന്ദേശം അവിടെ കേട്ടു. മറ്റൊന്ന് പരിശുദ്ധ പിതാവ് പറയുകയായിരുന്നു, ഈ കാലഘട്ടത്തിൽ ലോകത്തിലുള്ള എല്ലാ വിശ്വാസി ജനങ്ങളും ഒന്നിക്കേണ്ടൊരു കാലം, ഒരുമയുടെ ഒരു സന്ദേശം കേൾക്കുകയായിരുന്നു. അതുപോലെ കാന്റിലിമസ പിതാവ്, മാർപ്പാപ്പയുടെ കുർബാനകളിലും മറ്റും പ്രസംഗിക്കുന്ന കാന്റിലിമസ പിതാവ് യേശു ഏക രക്ഷകനെന്ന് ഒന്ന് ചേർന്ന് അവരെല്ലാവരും കൂടി ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു സഭ ഐക്യമാണ്. വളരെ സന്തോഷവും ഒരു അഭിമാനം തോന്നുകയാണ്. തീർച്ചയായിട്ടും. കാര്യം നമ്മൾ തന്നെ പല പല ഗ്രൂപ്പുകളായി ഭിന്നിക്കാൻ താല്പര്യം കാണിക്കുമ്പോൾ, പലവിധ സഭാവിഭാഗങ്ങളായി ആരാധനാക്രമങ്ങളെല്ലാം ഓരോരുത്തരും വ്യക്തിത്വത്തിന് വേണ്ടി, വിഭജനത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വലിയൊരു ഐക്യത്തിൻ്റെ ആഹ്വാനം, വലിയൊരു സ്നേഹത്തിൻ്റെ ആഹ്വാനം, പൊതുവായൊരു സാക്ഷ്യം ലോകത്തിന് കൊടുക്കുന്ന തരത്തിലുള്ള ആ മൃദുവായ ഒരു ആഹ്വാനം, സ്നേഹനിർഭരമായ ഒരു ആഹ്വാനം പരിശുദ്ധ പിതാവിൽ നിന്ന് വന്നു. പരിശുദ്ധ പിതാവ് വീണ്ടും പറഞ്ഞു, എനിക്ക് കരിസ്മാറ്റിക് പ്രാർത്ഥനയിലുള്ള നിങ്ങളിലാണ് വിശ്വാസം. ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം, ഈ സ്നേഹത്തിൻ്റെ സന്ദേശം, ഈ ശക്തിയുടെ അനുഗ്രഹം, ഈ അത്ഭുത പ്രവാഹം ലോകത്തിൻ്റെ അറ്റം വരെ എത്തിക്കുകയും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നത് നിങ്ങളിലാണ്. കരിസ്മാറ്റിക് മുന്നേറ്റത്തിലുള്ള, കരിസ്മാറ്റിക് നവീകരണത്തിലുള്ള ഫ്രാൻസിസ് പിതാവിൻ്റെ ഉറച്ച വിശ്വാസം പിതാവോട് ഏറ്റുപറയുക. കൃപയുടെ നീർച്ചാലുകളായി നിങ്ങൾ മാറണം. അതെ, കറൻസ് ഓഫ് ഗ്രേസ്, കൃപയുടെ നീർച്ചാലുകളായിട്ട് മാറണം. അതുപോലെ തന്നെ നമുക്ക് ആശ്ചര്യമായിട്ട് തോന്നാം, ഒരു മാർപ്പാപ്പയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു പാറ്റി ഗലഹർ. അവർക്ക് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രവചനം പിതാവിൻ്റെ അനുമതിയോടുകൂടി സ്റ്റേജിൽ നിന്ന് പരസ്യമായിട്ട് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ സഭയിൽ വന്ന വലിയ മാറ്റങ്ങളാണ്. പരിശുദ്ധാത്മാവിനോടുള്ള വലിയൊരു തുറവി, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളുടെ വലിയ തുറവി പരിശുദ്ധ പിതാവ് തന്നെ പരസ്യമായി പ്രകടിപ്പിച്ച ഒരു സന്ദർഭമായിരുന്നു. സഭയെ ഓർത്ത് നമ്മളെല്ലാം ഏറ്റവും നമ്മുടെയൊക്കെ ഓരോ ഞരമ്പുകളും തുടിച്ച സമയമായിരുന്നു, ആവേശകരമായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ലയോ 13 ജോൺ 23 ശേഷം ജോൺ പോൾ 2 മാർപ്പാപ്പായും ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പായും എല്ലാം, ബെനഡിക്റ്റ് മാർപ്പാപ്പായും എല്ലാം സഭയുടെ വലിയ തൂണുകളായിട്ട് നിന്ന് അൽമായരിലേക്ക് സുവിശേഷം എത്തിക്കാനും അവരുടെ വരങ്ങളെ വളർത്താനും വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നൊരു കാലഘട്ടം. അന്ന് ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയതിനെയും ഈ നിമിഷങ്ങളെല്ലാം എത്ര നന്ദി പറഞ്ഞാലും തീരല്ല ഡോക്ടർ. തീർച്ചയായിട്ടും നമ്മുടെ അനുഭവങ്ങൾ അത്രയേറെ. ആവേശം മാത്രമല്ല, ആവേശവും സ്നേഹവും എളിമയും ഒതുക്കവും ഒത്തൊരുമയും എല്ലാം കൂടെ കലർന്ന ഒരു മനോഹരമായ ഒരു ദൈവികമായ ഒരു അവസ്ഥയിലേക്ക് പരിശുദ്ധ പിതാവിൻ്റെ സാന്നിധ്യത്തിലുള്ള പ്രാർത്ഥനകൾ. അവിടെ പരിശുദ്ധ പിതാവ് പ്രസംഗിച്ചിട്ട് പോയതിന് ശേഷവും ജനം ആ സർക്കോ മാസ്യുമ എന്ന് പറഞ്ഞ ആ ഗ്രൗണ്ടിൽ അവർ നിന്ന് കൈയടിച്ച് അവരുടെ ആഹ്ലാദ പ്രകടനം രാത്രി 1 മണി 2 മണി വരെ കുടുംബങ്ങളായി വല്യപ്പന്മാർ, വല്യമ്മച്ചിമാർ, കുഞ്ഞുങ്ങളെല്ലാം കൈയടിച്ച് തുള്ളിച്ചാടി പരിശുദ്ധാത്മാവിൻ്റെ ആ സന്തോഷം, ആനന്ദം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ തീരാത്തത്ര സന്തോഷത്തിൻ്റെ സമയമായിരുന്നു ഈ ജൂബിലി വർഷം. തീർച്ചയായിട്ടും. ഡോക്ടറിന് സമൂഹത്തോട് ഈ ജൂബിലി വർഷത്തിൻ്റെ ഈ UAE മണ്ണിൽ നമ്മളെ ആക്കി നല്ലൊരു സ്ഥാനവും തന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ ഇതുപോലെ ഒരു അവസ്ഥയിൽ ഇരുന്ന് സംസാരിക്കാൻ പോലും ദൈവം അനുവദിച്ചത്. അതിനെല്ലാം ഓഡിയൻസിനോട് ഒരു ചെറിയ മെസ്സേജ് സന്തോഷത്തോടെ പറയാം. കരിസ്മാറ്റിക് പ്രാർത്ഥനയിൽ ലോകത്ത് മുഴുവനാണ് നമുക്ക് വേണ്ടി കാണുന്നത്. അവർക്ക് എല്ലായിടത്തും ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഡോക്ടറിൻ്റെ അനുഭവം വെച്ചൊരു വാക്കിൽ ഞാൻ സ്ഥാനമായിട്ടൊന്നും കരുതുന്നില്ല. ഉത്തരവാദിത്വം, അതൊരവസരം. ഈ വലിയ ഒരു സഭയാകുന്ന മഹാസാഗരത്തിൽ കരിസ്മാറ്റിക് നവീകരണമാകുന്ന കൃപയുടെ നീർച്ചാലുകൾ അതിൻ്റെ സ്രോതസ്സിലേക്കൊന്ന് മടങ്ങിച്ചെല്ലാനും, ജൂബിലി അതാണല്ലോ, അതിൻ്റെ സ്രോതസ്സുകളിലേക്ക് മടങ്ങിച്ചെല്ലാനും, അവൻ്റെ ഉത്ഭവസ്ഥാനത്തെ ആ ഫ്രഷ്നെസ്സിനെ ഒന്ന് അനുഭവിക്കാനും, ഇതുവരെ നമ്മളിലേക്ക് കടന്നു വന്ന കലർപ്പിനെയൊക്കെ ഒന്ന് കഴുകിക്കളയാനും, നിസ്സാരമായ നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ കൊടുത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപാപ്രവാഹത്തിലേക്ക് നിസ്സാരമായി ഇറങ്ങി നിൽക്കുന്ന ഒരു വലിയ സാഗരത്തിലെ ഒരു കണികയായി മാറുന്ന വലിയ അനുഭവമാണ് നമുക്കുണ്ടായത്. എനിക്ക് തരാനുള്ള ആഹ്വാനം ഇതാണ്: നമ്മുടെ സഭയെ സ്നേഹിക്കണം, വൈദികരെ സ്നേഹിക്കണം, നമ്മുടെ ജനത്തെ നമ്മൾ സ്നേഹിക്കണം, പ്രാർത്ഥന കൂട്ടായ്മകളിലേക്ക് കടന്നു വരണം, സാധിക്കുന്ന തരത്തിലൊക്കെ അതിൽ പങ്കെടുത്ത് വരദാനങ്ങളിൽ എല്ലാവരും വളരണം.
ദൈവം ആഗ്രഹിച്ച അഥവാ ആദിമ അപ്പസ്തോലന്മാർക്ക് അനുഭവിച്ച ഡുക്കൈൻ സർവകലാശാല അനുഭവം ലോകം മുഴുവൻ എത്തണമെന്നാണ് ഡോക്ടറിൻ്റെ ആഗ്രഹം. ആ ഒരു അനുഭവം, ആ ഒരു ആദിമ ക്രൈസ്തവ സമൂഹം അനുഭവിച്ച ആ ഒരു സ്വാതന്ത്ര്യം, ആത്മീയമായ ഒരു സ്വാതന്ത്ര്യം സകല ജനത്തിനുമുള്ളതാണ്. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം ഡോക്ടറെ. ഇനി അവസാന സമയങ്ങളിൽ നമുക്ക് ഡോക്ടർ നല്ല പാട്ടുകാരനും കൂടെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഒത്തിരിയേറെ ശുശ്രൂഷകൾ UAE എല്ലാ ഭാഗത്തും ഡോക്ടറിൽ നിന്ന് ദൈവം തന്നതനുസരിച്ച് കിട്ടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ശാലോമിൻ്റെ ഓഡിയൻസിന് വേണ്ടി ഒരു പാട്ട് നമുക്ക് തീർച്ചയായിട്ടും. दुनिया से कभी न डरोगे, प्रभु यीशु मेरे पास हो तो. दुनिया से कभी न डरोगे, प्रभु यीशु मेरे पास हो तो. सारे दुखों को वो मिटा दूँ, जीवन में तेरी नूर दूँ. सारे दुखों को वो मिटा दूँ, जीवन में तेरी नूर दूँ. प्रभु यीशु तेरे मन में एक चमत्कार लाएंगे, मन ही मन में तू बसा ले, देखो फिर तू सुखी दे. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ, ഓർശലേം നായകാ നിൻ തിരുനാമം പാവനം. ഭയമേതുമില്ലെൻ്റെ ദൈവം എന്നെ വഴി കാണിച്ചു നടത്തും. ഭയമേതുമില്ലെൻ്റെ ദൈവം എന്നെ വഴി കാണിച്ചു നടത്തും. ഒത്തിരിയേറെ നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ കരിസ്മാറ്റിക്കിനെ പറ്റിയുള്ള സ്വപ്നങ്ങളും മാർപ്പാപ്പായിൽ നിന്ന് കിട്ടിയ സന്തോഷത്തിൻ്റെ ആഗ്രഹങ്ങളും എല്ലാം ഷെയർ ചെയ്തതിനും ഈ നിമിഷങ്ങൾ ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും നന്ദി, നമസ്കാരം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. മാർപ്പാപ്പ നൽകിയ സന്ദേശം നമുക്കും സ്വീകരിക്കാം. അങ്ങനെ കൃപയുടെ നീർച്ചാലുകളായി നമുക്ക് ഏവർക്കും മാറാം എന്ന ആശംസയോടെ പുറപ്പാടിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ പ്രാർത്ഥനയിലായിരിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com